നമ്മളിന്നൊരു കോട്ടയം യാത്രയിലാണ്. പാല അൽഫോൻസ കോളേജിലെ പ്രൊഫസർ രമ്യയുടെ ഹെർബൽ ഗാർഡൻ കാണാനും അതിനെക്കുറിച്ച് ചോദിച്ചറിയാനുള്ള യാത്രയിലാണ്. എൻ്റെ കൂടെ രണ്ട് വ്യക്തിത്വങ്ങളുണ്ട്. ജോസഫ് മുണ്ടച്ചർ സാർ 35 വർഷം അമേരിക്കയിലെ പ്രവാസ ജീവിതത്തിന് ശേഷം പ്രകൃതിക്ക് വേണ്ടിയും സാധാരണക്കാരുടെ ജീവിതത്തിൽ ഇഴുകിച്ചേർന്ന് ജീവിക്കാൻ ഇഷ്ടപ്പെട്ട് ആ പ്രവർത്തനമായിട്ട് മുന്നോട്ട് നടക്കുന്ന സാറ്. അദ്ദേഹം ന്യൂയോർക്കിലെ മലയാളം സ്കൂളിലെ മുൻ പ്രിൻസിപ്പാൾ കൂടിയായിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ കൂടെ ബഹുമാന്യ ട്രാവൻകൂർ ഹേറ്റേഴ്സ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശ്രീ എം ബി നാസർ അവറുകളും കൂടിയുണ്ട്. നമ്മളുടെ കോട്ടയത്തേക്കുള്ള യാത്രയാണ്. കാറിന്റെ ഫ്രണ്ടിൽ നമ്മൾ ജോസഫ് സാർ ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും വിശേഷം നമുക്ക് പുള്ളിയോട് ചോദിക്കാം. സാർ ഈ പ്രാവശ്യം വന്ന് ഈ പ്രാവശ്യം സാറ് കാശ്മീർ പോയെന്ന് പറഞ്ഞേ, എത്ര ദിവസം ട്രിപ്പ് ഉണ്ടായിരുന്നു സാറേ? കാശ്മീര് ഒരാഴ്ച ഉണ്ടായിരുന്നു. ഒരാഴ്ച കറങ്ങി. വളരെ നല്ലതായിരുന്നു. നല്ല മനോഹരമായ പ്രകൃതി, സൂപ്പർ ഒരു സ്ഥലമായിരുന്നു. സാറ് പോയ സമയത്താണ് അവിടെ ഭീകരവാദി ആക്രമണം ഉണ്ടായി? അതിന്റെ മുന്നേ ആയിരുന്നോ? അതിനുശേഷം? പോയതിനു ശേഷമാണ് അങ്ങനെയുള്ള ആക്രമണവും കാര്യങ്ങളും ഉണ്ടായത്. ഞങ്ങള് പോയ സമയത്ത് വളരെ എല്ലാം കുഴപ്പമില്ലായിരുന്നു. പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. എല്ലാം നല്ലതായിരുന്നു. വളരെ മനോഹരമായ ഒരു പ്രകൃതി. പക്ഷെ അത്യാവശ്യം കാശ്മീരൊക്കെ ഒന്ന് ഡെവലപ്പായി വന്നതായിരുന്നു ഈ ഭീകരാക്രമണം മുഖേന. അതൊരു തൽക്കാലം അവിടെ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ യാത്രക്കാരൊന്നും ടൂറിസ്റ്റുകൾ വരാൻ ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു. ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്ന ഒരു നല്ലൊരു സ്ഥലമായിരുന്നു. സാർ, നമുക്ക് ചെലവും കാര്യങ്ങളും എങ്ങനെയാണ്? നമുക്ക് 15 ദിവസം ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് എത്ര രൂപ നോർമലി ചെലവാകും സാർ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഏത് ലെവലിൽ എങ്ങനെയുള്ള ഹോട്ടലിലാണ് താമസിക്കുന്നത്, എങ്ങനെയുള്ള സ്ഥലത്താണെന്നാണ് ഭക്ഷണം കഴിക്കാൻ പോണത്. അല്ല സാറ് ട്രിപ്പാണ് സാറ് ഇൻഡിവിജ്വൽ പോകാറുന്നത്? ഏതെങ്കിലും ഞങ്ങളൊരു 3 പേര് കൂടിയുള്ള ഒരു ട്രിപ്പായിരുന്നു. ട്രിപ്പായിരുന്നു. പാക്കേജ് ഒന്നും അല്ലായിരുന്നു? പാക്കേജ് അല്ല, കുറച്ച് പാക്കേജ് ഉണ്ടായിരുന്നു. ബാക്കിത്തെ ഭാഗങ്ങൾ ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഇത്ര രൂപയാകും എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. കാരണം അതൊക്കെ ഓരോരുത്തരും പൈസ സ്പെൻഡ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. എന്നാലും നോർമലി സാറിന് കണക്കൂട്ടിൽ ഏകദേശം 15 ദിവസത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 1 ലക്ഷം രൂപ ചെലവായി ഒരാൾക്കല്ലേ? ഓക്കെ. പാക്കേജൊക്കെ എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ഓരോരുത്തരും പൈസയുടെ ആക്കോ തോക്കും അനുസരിച്ച് നമുക്കിപ്പോ ഹൈ ലെവലിലുള്ള റെസ്റ്റോറന്റിൽ പോയി കയറി ഭക്ഷണം കഴിക്കാം, ഇച്ചിരി മീഡിയത്തിൽ കഴിക്കാം, തട്ടുകടയിൽ നിന്ന് മേടിച്ച് കഴിക്കാം. എല്ലാം ഭക്ഷണം തന്നെ. അല്ല സാർ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ മലേഷ്യക്ക് പോണതിന് ഈ പാക്കേജിന് അത്ര രൂപ വരുന്നില്ല സാറ്? മൊത്തം ഫുഡ് ഉൾപ്പെടെ എല്ലാം ആ പാക്കേജിൽ എന്നൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതനുസരിച്ച്. ഇതിപ്പം ഞങ്ങൾക്ക് അത്ര പൈസയൊന്നും ആയില്ല യഥാർത്ഥത്തിൽ. ഞങ്ങള് 8 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്കൊരു 50,000 രൂപ വെച്ചായിരുന്നു. സാറ് അന്നത്തേക്ക് തിരിച്ചു പോകുന്ന അമേരിക്കക്ക്? ഞാൻ ഒരാഴ്ചയും കൂടെ ഇവിടെ ഉണ്ട്. ഒരാഴ്ചയോട് കൂടി ഉണ്ട് അല്ലേ? പ്രകൃതിയെ സ്നേഹിക്കുന്നതുകൊണ്ട് പ്രകൃതിയായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോടെല്ലാം കമ്പനി കൂടുക എന്നുള്ളതാണ് എൻ്റെ. അതായത് നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരോട് കമ്പനി കൂടുക. അതുകൊണ്ടാണ് ജലീലും നാസറും നമ്മുടെ. ഞാൻ നേരത്തെ സാറിന്റെ വീടിന്റെ ഫോട്ടോ കണ്ടിരുന്നു, അവിടെ വീഡിയോ കണ്ടിരുന്നു. അതിൽ സാറ് പച്ചക്കറി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മുടെ കേരളത്തിന്റെ ഒരു തനിമ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിരുന്നു അവിടെ പച്ചക്കറികൾ മറ്റുള്ള കൃഷികൾ സാറ് ചെയ്തു. ബൈബിളിൽ പറയും, ആദ്യത്തെ ഹവ്വായെയും ഏദത്തോട്ടത്തിൽ വിട്ടിട്ട് കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഏദത്തോട്ടം സംരക്ഷിക്കാനും കൃഷി ചെയ്യാനും എന്നും പറഞ്ഞാണ് അവിടെ ആക്കിയത്. അതായത് ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ കടമയാണ്. അതായത് അധ്വാനിച്ച് ജീവിക്കാനാണ് പറഞ്ഞത്. ജോലി ചെയ്തിട്ട് വേണം ജീവിക്കാൻ. അതാണ് കൃഷി ചെയ്യണമെന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരിക്കാനല്ല പറഞ്ഞത്. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉള്ളത് കാച്ചിക്കറക്കി കഴിച്ച് ജീവിക്കാനല്ല കർത്താവ് പറഞ്ഞത്. ബൈബിളിൽ പറയുന്നത് അതാണ്, കൃഷി ചെയ്യണം നമ്മൾ. അതായത് നമ്മൾ അധ്വാനിക്കണം. കൃഷി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടെ കൃഷി ചെയ്യാൻ പറ്റത്തില്ല. ഏത് ജോലിയാണെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണം. അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന പ്രകൃതിയെ സംരക്ഷിക്കണം. അതാണ് ഏദൻ തോട്ടം സംരക്ഷിക്കണം എന്ന് പറയുന്നത്. ബൈബിളിൽ ഒത്തിരി സ്ഥലത്തോടെയുണ്ട് പ്രകൃതിയെ സംരക്ഷിക്കണത്. ഞാൻ അതിന്റെ ഒരു സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാർ, അവിടുത്തെ കാലാവസ്ഥയിൽ നമുക്ക് എത്ര മാസം മഞ്ഞ് വീഴ്ച ഉണ്ട് സാർ അവിടെ യുഎസിലൊക്കെ? കാലാവസ്ഥയിൽ ഒരു 3 മാസം ഉറപ്പായിട്ട് പറയാം. 3 മാസം മഞ്ഞും തണുപ്പും കാര്യങ്ങളും. ബാക്കി മാസങ്ങൾ നമുക്ക് എന്തും ചെയ്യാം. പിന്നെ ആ മഞ്ഞിൽ നിന്നും വേനലിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, സ്പ്രിംഗ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. ഇച്ചിരി തണുപ്പ് കുറവായിരിക്കും. അങ്ങനെ ഗ്രാജുവലി ആണല്ലോ. സാർ, അവിടെ രാസവളങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? ഇല്ല, ഞാൻ രാസവളങ്ങൾ ഉപയോഗിക്കാറില്ല. എന്റെ കൃഷിത്തോട്ടത്തിൽ ഞാൻ കംപ്ലീറ്റ് ജൈവ കൃഷിയാണ്. കാരണം അവിടെ മണ്ണിന്റെ പ്രത്യേകത കൊണ്ട് അധികം വളങ്ങളെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മരുന്നൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. അത് 5-6 മാസമേ ഉള്ളൂ കൃഷി. വേറെയുള്ള ജീവജാലങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങുമ്പോഴത്തേക്കും തന്നെ കാലാവസ്ഥ മാറും. അപ്പൊ പിന്നെ അതിന്റെ ആവശ്യം വരുന്നില്ല. സാറിന്റെ ഒരു മനസ്സാണ്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ അമേരിക്കയിൽ ഇത്ര വർഷം സാറ് ജീവിക്കുകയും അതിനുശേഷം ഇവിടെ സ്ഥലം കാണാനും
പ്രകൃതി സംരക്ഷിക്കാനൊക്കെ സാറ് വർഷത്തിൽ ഒരിക്കലെങ്കിലും നാട്ടിൽ വന്ന് കുറച്ച് ദിവസം നിൽക്കാന്ന് പറഞ്ഞൊരു വളരെ മഹത്തരമായ ഒരു കാര്യമാണ്. എന്നാലും ഇനിയും ഒരുപാട് കാലം അത് ചെയ്യാനുള്ള അവസരം സാറിന് സർവേശ്വരൻ നൽകട്ടെ.